ജനസേവയുടെ എല്ലാ കാര്യങ്ങളിലും സഹകരിക്കാൻ തുടങ്ങി. ഞാൻ എന്റെ മരണം വരെ ജനസേവയിലുണ്ടാവും. അതിന് യാതൊരു തർക്കവുമില്ല, സംശയവുമില്ല. ഡിസംബർ 17 ഏറ്റുമാനൂർ ക്ഷേത്ര പരിസരത്തെ ഒരു നേർക്കാഴ്ച. സ്വന്തമായി മേൽവിലാസമോ വീടോ ഒന്നുമില്ലാത്ത തമിഴ്നാട് സ്വദേശികളായ പഞ്ചവർണവും മുത്തുവും തങ്ങളുടെ 10 മക്കളെയാണ് ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുന്നത്. തെരുവിലെ എച്ചിൽ പെട്ടികളിൽ നിന്നാണ് ഈ കുരുന്നുകൾ ഒരു നേരത്തെ വിശപ്പടക്കിയിരുന്നത്. മോഷണവും പോക്കറ്റടിയും ഭിക്ഷയെടുക്കലും മറ്റുമാണ് ഇവരുടെ പ്രധാന പണി. നിനക്ക് എത്ര മക്കളുണ്ട്? എനിക്ക് 10 പേരുണ്ട്. എത്രയാ? 10 മക്കളുണ്ട്. 10 മക്കളുണ്ട്. മക്കളുടെ പേരൊക്കെ പറയാമോ? സത്യ, വിക്കലമാർത്തൻ, എസയ്ക്ക് അമ്മ, ഉമ്മ, മണികണ്ഠൻ, അയ്യപ്പൻ, ഉമ്മ. ബാക്കിയുള്ള അത്രയോ? 10 പേര്. 10 പേര്. അവരൊക്കെ എന്ത് ചെയ്യണേ? ഒന്നും ചെയ്യില്ല. ഇതുപോലെ ധർമ്മ മേടിക്കാൻ പോകും. ധർമ്മ മേടിക്കാൻ അവര് പോയേക്കാണോ ധർമ്മ? ഇപ്പൊ നിനക്ക് വീടൊക്കെ ഉണ്ടോ? വീട് നാട്ടിലുണ്ട്, കുടലുണ്ട്. എല്ലാ ദിവസവും ഇവിടെ കിടക്കണേ? ഇവിടെ നമ്മൾ 6 മാസം വീട്, 6 മാസം കാട്. 6 മാസം വീട് നാട്ടിലിരിക്കും, 6 മാസം ഇവിടെ ഇരിക്കും. ഒരു ദിവസം എത്ര കിട്ടും പൈസ? പൈസ 10 രൂപ. നമ്മള് ചോറൊക്കെ വെക്കണല്ല, ചോറൊക്കെ വെച്ച് കളിക്കണം. മുത്തു. മുത്തു. അത് പൈക്കാ കള്ളു കുടിക്കും, കള്ളു കുടിക്കും. വീടുകളിൽ നിന്നും നല്ല പാത്രങ്ങളും മറ്റും മോഷ്ടിച്ചു കൊണ്ടുപോയി ചളുക്കിയെടുത്ത ആക്രിക്കടകളിൽ വിൽക്കുന്നതും പതിവാണ്. തിരക്കുള്ള സ്ഥലത്തും ബസ്സിലുമെല്ലാം കയറിപ്പറ്റി ബ്ലേഡ് ഉപയോഗിച്ച് പാന്റിന്റെ പോക്കറ്റും ബാഗുമൊക്കെ മുറിച്ചാണ് പണവും മറ്റും തട്ടിയെടുക്കുന്നത്. കുട്ടികളെ ഇവർ ക്രൂരമായ രീതിയിൽ മോഷണവും മറ്റും പരിശീലിപ്പിച്ച് തെരുവിലേക്ക് വിടുന്നു. അവർ പറയുന്ന പൈസ വൈകിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ കുട്ടികളെ അവർ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുമെന്ന് മൂത്തമകൾ എസക്കി പറയുന്നു. എനിക്ക് അച്ഛനമ്മ ഇഷ്ടമല്ല. എന്റെ അമ്മയ്ക്കും എന്റെ അച്ഛനക്കും 10 മക്കളുണ്ട്. ഞങ്ങളെല്ലാരും ഭിക്ഷയെടുപ്പിക്കാൻ ചെയ്യും. പിന്നെ കക്കാനോടും ചേട്ടന്മാരൊക്കെ കക്കാനോടും. അമ്മയുടെ കയ്യിൽ കുറെ കാശുണ്ട്. അമ്മ പിന്നെ അത് വെച്ചോണ്ട് ഞങ്ങളെ ഭിക്ഷ തണ്ടാവിടും. ഭിക്ഷ തന്നിട്ട് പൈസ കിട്ടില്ലെങ്കിൽ ഞങ്ങളെ കുറെ പിടിച്ചടിക്കും. പിന്നെ ഞങ്ങൾ കുറെ കരയും. എനിക്ക് എന്റെ അമ്മയച്ഛൻ്റെ അടുത്ത് പോകണ്ട, എനിക്ക് ധനശാല തന്നെ ഇരുന്ന് പഠിച്ചാൽ മതി. 2005 ഇവർ കൂട്ടത്തോടെ ഏറ്റുമാനൂരിനടുത്ത് ഭിക്ഷാടനം നടത്തുന്നതിനിടെ കുഞ്ഞുങ്ങളുടെ ദയനീയാവസ്ഥ കണ്ട് ഏറ്റുമാനൂർ നിവാസിയായ ഡോക്ടർ ലിനി ചന്ദ്രൻ ജനസേവാ ശിശുഭവൻ പ്രസിഡന്റ് ജോസ് മാവേലിയെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് പരിസരവാസികളുടെ സഹായത്തോടെ ജനസേവാ പ്രവർത്തകർ കുട്ടികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ ജനസേവ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിക്കുന്ന ഈ കുരുന്നുകൾ പഠിത്തത്തിലെന്ന പോലെ തന്നെ പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തുന്നു. ആലപ്പുഴക്കാരിയായ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ തമിഴ് മോഷണ സംഘങ്ങൾ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു. കൈക്കുഞ്ഞുമായി രക്ഷപ്പെട്ടെത്തിയ പെൺകുട്ടി ആലുവയിലെ ജനസേവാ ശിശുഭവനിൽ അഭയം തേടി. 4 വർഷം മുൻപ് ആലപ്പുഴയിലെ അനാഥാലയത്തിൽ പഠിക്കുമ്പോഴാണ് ലൌലി തമിഴ് മോഷണ സംഘങ്ങളുടെ കയ്യിൽപ്പെട്ടത്. കർണൻ എന്ന യുവാവ് പ്രണയം നടിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തെരുവുകളിൽ അന്തിയുറങ്ങുന്ന 11 സംഘത്തിലാണ് ലവ്ലി എത്തിപ്പെട്ടത്. പിന്നീട് കർണൻ തന്നെ പെൺകുട്ടിയെ മറ്റൊരു സംഘത്തിന് വിറ്റു. കൈക്കുഞ്ഞുങ്ങളുമായി ബസ്സുകളിൽ കയറി മോഷ്ടിക്കുകയായിരുന്നു ഈ സംഘത്തിന്റെ തൊഴിൽ. ആലുവ ജനസേവാ ശിശുഭവനിലെത്തിയ ലൌലിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുൻപാകെ ഹാജരാക്കി. മോഷണം തൊഴിലാക്കിയ തമിഴ് സംഘത്തിന്റെ കയ്യിലാണ് ലൌലി എത്തിപ്പെട്ടതെന്ന് ജനസേവാ ശിശുഭവൻ വൃത്തങ്ങൾ അറിയിച്ചു. ഈ സംഘത്തിൽപ്പെട്ട 5 കുട്ടികളെ നേരത്തെ ഏറ്റുമാനൂരിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നു. അന്ന് ഓടി രക്ഷപ്പെട്ടവർ ഇപ്പോഴും ഈ സംഘത്തിലുണ്ട്. മനോരമ ന്യൂസ്